ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. അങ്ങനെ റീഫയലിംഗ് ഒക്കെ കഴിഞ്ഞു. പല നല്ല സ്കീമുകൾ ഉണ്ടായിരുന്നത് ഇനി മുതൽ നമുക്ക് ലഭിക്കില്ല. എന്നാൽ അതിലേറെ നല്ല സ്കീമുകളുമായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്കീമിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ബെനിഫിറ്റോടുകൂടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നടക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള സമയമെങ്കിലും നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതം സെക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ കൈകളിൽ 5 വിരലുകളുണ്ട് നമുക്ക്. ഈ 5 വിരലുകളെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ FD, പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ഷെയർ, മറ്റു സേവിങ്സ്, ചിട്ടി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ വിരലുകളോട് ഉപമിക്കാവുന്നതാണ്. നമ്മുടെ കൈപ്പത്തി അല്ലെങ്കിൽ ഈ ഉള്ളം കൈ എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർട്ടി എന്ന് ആണെങ്കിൽ മറ്റു വിരലുകളെല്ലാം ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളിലും നമുക്ക് അതിനെ ഉപമിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഈ കൈ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവണം, അല്ലേ? ആ ഒരു റെസ്റ്റിലാണ് നമ്മുടെ കൈ ഉണ്ടാകുന്നത്. ഈ റെസ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കൈ പത്തി അല്ലെങ്കിൽ വിരലുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ലൈഫ് ഇൻഷുറൻസ്. ആ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിരലുകളെല്ലാം നമുക്ക് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റിനെ സേവ് ചെയ്യാൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അതിന് സേവ് ചെയ്യുക. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് സേവ് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും. നമ്മളിങ്ങനെ ഇത്രയും കാലങ്ങളായിട്ട് ചിന്തിച്ച് ഒന്നും വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനോ രൂപീകരിക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു വരുമ്പോഴേക്കും അതിനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പം മിക്ക പോളിസികൾ 50 വയസ്സ് കഴിഞ്ഞാൽ പോളിസികൾ കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്കാണ് നിയമവശമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പോൾ ഇനിയും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും നിങ്ങളുടെ കൈവിരലുകളെ സംരക്ഷിക്കുക, നിങ്ങളുടെ കൈപ്പത്തിയെ സംരക്ഷിക്കുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യുക ഒരു ലൈഫ് ഇൻഷുറൻസിലൂടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പതിവ് പോലെ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.